മലയാളി ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റ്യൻ ജോലി ചെയ്തിരുന്ന പുനെയിലെ EY ഓഫീസിന് നിയമപ്രകാരമുള്ള രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തൽ. മഹാരാഷ്ട്ര ലേബർ കമ്മീഷണർ ശൈലേന്ദ്ര പോൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. മഹാരാഷ്ട്ര ലേബർ കമ്മീഷനെ ഉദ്ധരിച്ച റോയിറ്റേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപർണ കാർത്തിക ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അപർണ, ഗുരുതരമായ ഒരു കണ്ടെത്തലാണ്. ഈ കമ്പനിക്ക് രജിസ്ട്രേഷൻ ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. തൊഴിലാളികളെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നത് മാത്രമല്ല, നിയമലംഘനവും കമ്പനി നടത്തുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും അത് അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കമ്പനി പുനെയിൽ പ്രവർത്തിക്കുന്നത് 2007 മുതലാണ്. 2024 മാത്രമാണ്, ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാത്രമാണ് കമ്പനി രജിസ്ട്രേഷന് വേണ്ടി സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം 2007 മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം രജിസ്ട്രേഷൻ അനുമതി തേടാത്തത് കൊണ്ട് ഇനി അനുവദിക്കാനാവില്ല എന്ന് പറയുകയും 7 ദിവസത്തിനകം അതിന് കാരണം കാണിക്കണമെന്ന് പറഞ്ഞ് രജിസ്ട്രേഷനുള്ള അപേക്ഷ നിരസിക്കുകയുമാണ് ചെയ്തത്. എന്നിട്ടും ആ കമ്പനി ഇവിടെ തുടർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് മലയാളിയായ അന്ന അവിടെ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ജോലി സമ്മർദ്ദത്തെക്കുറിച്ചുള്ള കാരണങ്ങളും പുറത്തു വരുന്നത് അതിനുശേഷമാണ്. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് കമ്പനിക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഏറ്റവും ഗുരുതരമായ ഒരു പിഴവ്. കമ്പനി ആക്ട് പ്രകാരം തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് കമ്പനിയാണ്. ജോലി സമയം ക്രമീകരിച്ചിട്ടുണ്ട്. 9 മണിക്കൂർ മിനിമം ജോലി സമയം മാത്രമേ പാടുള്ളൂ. ആഴ്ചയിൽ 48 മണിക്കൂർ എന്നുള്ളത് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ഇതൊന്നും ആ കമ്പനിയിൽ പാലിച്ചിട്ടല്ല എന്ന് മാത്രമല്ല, ഈ ജീവനക്കാരി മരിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അവരുടെ കുടുംബവുമായോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കലോ ഒന്നും തന്നെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പിഴവ് കൂടി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശരി, ഗുരുതര നിയമലംഘനമാണ് EY കമ്പനി നടത്തുന്നത് എന്നാണ് അപർണ കാർത്തിക റിപ്പോർട്ട് ചെയ്യുന്നത്.